ഇന്ന് ലോക പാരിസ്ഥിതി ദിനം. പാരിസ്ഥിതി ആഘാതത്താൽ വൻ കാട്ടുമൃഗങ്ങൾ കാടുവിട്ടിറങ്ങുന്നു. അവരുടെ വിനാശങ്ങളും കാട്ടിൽ വൻമരങ്ങളില്ലാതെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. ആഗോളതലത്തിൽ പാരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ജൂൺ 5 നിരവധി പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കി വരുന്നത്. ഇതിൻ്റെ ഭാഗമായി ജൂൺ 5 അൽ അസ്ഹർ പബ്ലിക് സ്കൂളിൽ HRF ഇടുക്കി ജില്ലാ ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ വിതരണം നടന്നു. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല പരിസ്ഥിതി ദിനാഘോഷം തൊടുപുഴ അൽ അസ്ഹർ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്നു. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാഘോഷവും വൃക്ഷത്തൈ വിതരണവും തൊടുപുഴ അൽ അസ്ഹർ പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായി. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വൈദ്യർ CDS ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ KM മൂസ ഹാജി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ K സോമൻ വൃക്ഷത്തൈ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലാലു ചകനാൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കോർഡിനേറ്റർ ജോസ് വഴുതനപ്പള്ളി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന നേതാക്കളായ ശ്രീ ബിജു വർഗീസ്, ടെന്നി ജോസ്, നൈസി തോമസ്, ഷീബ ടോമി, മാത്യു ജോസഫ്, അഡ്വക്കേറ്റ് ജോസ് മാണി, VN മോഹനൻ, CK ചാക്കോച്ചൻ, ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന മീഡിയ സെൽ ചെയർമാൻ വിജയൻ വലിയപാറ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീ നൌഷാദ് കാസിം ആശംസകൾ അർപ്പിച്ചു. തന്നെയുള്ള അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് ലോക പരിസ്ഥിതി ദിനം, അതല്ലെങ്കിൽ എൻവയോൺമെന്റ്. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം നടക്കുന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ ആതിഥേയത്വം വഹിക്കുന്നത് അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ശ്രദ്ധേയ സ്ഥാപനമായ അൽ അസ്ഹർ പബ്ലിക് സ്കൂളാണ്. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെയും പരിസ്ഥിതി പ്രവർത്തകരായി എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും അൽ അസ്ഹർ ഫാമിലിക്ക് വേണ്ടി, പ്രത്യേകിച്ച് സ്കൂളിന് വേണ്ടി ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാചരണം എല്ലാ വർഷവും ജൂൺ 5, 2024 അത് ഇന്നിപ്പോൾ നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അതിലേക്ക് ഇവിടെ സംസ്ഥാന കമ്മിറ്റിയുടെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ K സോമൻ സാറും, അതുപോലെ ഉള്ള ഫെഡറേഷൻ്റെ കോർഡിനേറ്റർ ജോസ് വഴുതനപ്പള്ളി. ഇവിടെ ഇന്നത്തെ ഈ സാഹചര്യം മനുഷ്യന് ഏറ്റവും പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ എല്ലാം ലൈഫ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള പരിസ്ഥിതി ദിനാചരണങ്ങൾ ഓരോ വർഷവും നമ്മൾ ഇത് ഉദ്ഘാടനം ചെയ്യുകയും പരിപാടികൾ നടത്തുകയും ചെയ്യുമ്പോഴാണ് ഈ പരിസ്ഥിതിയുടെ പ്രയോജനം അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ചെയർമാൻ, ആദരണീയനായ ചെയർമാൻ, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ പ്രവർത്തകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, രക്ഷകർത്താക്കളെ, ഈ പരിസ്ഥിതി നമ്മൾ സംരക്ഷിക്കുന്നതിനായി സന്ദേശം നൽകുകയും ഒപ്പം ഒരു മരം നട്ട് വളർത്തുക എന്നുള്ള സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രകൃതിയെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുവാൻ, ഈ പ്രകൃതി സംരക്ഷിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുകയും വരുന്ന നാളുകളിൽ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് പോലെ വിദ്യ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കടമ. നമ്മളിന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവരുടെ ജീവിത പത്താവിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ
സൂര്യരാജ് ന്യൂസിനു വേണ്ടി സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് മീഡിയ സെൽ ക്യാമറമാൻ കെ വിജയൻ.